ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്കും പൂക്കാനും എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് വളങ്ങൾ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാസ് ഫോളിയർ 9919 ഒക്കെ നല്ല റിസൾട്ടുള്ള നല്ല ഫെർട്ടിലൈസറാണ്. നമുക്ക് ഏത് പ്രായത്തിലുള്ള ചെടികൾക്കും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ബാസ് ഫോളിയർ. രണ്ടല്ല സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ വലിയ മദർ പ്ലാന്റ്, ഫ്ലവറിങ് പ്ലാന്റ് എല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു ഹൈഡ്രോസ്പീഡ്, നമ്മുടെ കാൽസ്യം ബോറോണാണ്. നമ്മൾ എന്താണോ കാൽസ്യം ബോറോണൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്, ആ ഒരു റിസൾട്ടാണ് നമ്മുടെ ഒരു ഹൈഡ്രോസ്പീഡ് നമുക്ക് കാൽസ്യം ബോറോൺ അടങ്ങിയത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ കോമ്പി, ഇതൊരു മൈക്രോ ന്യൂട്രിയൻസ് ആണ്. നമ്മളെ ചെടികൾക്ക് എല്ലാ ന്യൂട്രിയൻസും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഈ ഒരു ഫെർട്ടിലൈസർ കോമ്പി കേട്ടോ. പിന്നെ എല്ലാ വളങ്ങളും കൊടുത്തിട്ടും ചെടി പൂക്കണില്ല എന്നുള്ളത് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അത് പൊട്ടാസ്യത്തിൻ്റെ കുറവാണ്. അപ്പോൾ പൊട്ടാസ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഒമെക്സ്. ഒമെക്സ് നമുക്ക് ഒരു മാസത്തിൽ 4 പ്രാവശ്യം 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം വെച്ച് കൊടുത്താൽ തന്നെ ഏത് പൂക്കാത്ത ചെടികളും പൂക്കൂട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു 9919 നല്ല റിസൾട്ട് ഉള്ളതാണ്. ചെടികളൊക്കെ നല്ല ബുഷിയായിട്ട് ലഷിയായിട്ടൊക്കെ വളരാനും ചെടികൾ നല്ല റൂട്ട് ഡെവലപ്പ് ചെയ്യാനും ഉണ്ടായ റൂട്ടുകളൊക്കെ നല്ല നല്ല ഗ്രോ കാണിക്കാനൊക്കെ ഉള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ ഈ ഒരു 9919. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ കൊടുത്ത് നമ്മളെ ചെടികൾ ചീത്തവണക്കാട്ടി നല്ലതല്ല. ഇതുപോലെ നല്ല ഒരു കുറച്ച് ബ്രാൻഡായിട്ടുള്ള വളങ്ങൾ കൊടുത്ത് നമ്മളെ ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്തെടുക്കുക. നമ്മളെ ഓർക്കിഡ് ചെടി കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഫെർട്ടിലൈസറും കൂടി കൊടുത്ത് നമ്മളെ ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്തെടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് 4 കൂടി നമ്മളൊരു കോംബോ സെറ്റ് ആക്കിയിട്ടുണ്ട്.